കോട്ടയത്തെ ആകാശപാതയുടെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സാറ് റിപ്പോർട്ട് കണ്ടോ? എന്താണ് റിപ്പോർട്ട്? എനിക്കറിയാം, എന്താണെന്നുള്ള വിവരവും അറിയാം. ഇവരിപ്പോൾ പറയുന്നത് പോലെ ബലക്ഷയത്തെക്കുറിച്ചാണ്. ബലക്ഷയം ഉണ്ടെന്ന് 2024 മാർച്ച് മാസം 2-ാം തീയതി കൊടുത്ത അഫിഡവിറ്റിനകത്ത് പോലും അവർ പറഞ്ഞിട്ടില്ല. 2024 മാർച്ച് മാസത്തിൽ കൊടുത്ത അഫിഡവിറ്റാണ്, ഹൈക്കോടതി കൊടുത്ത അഫിഡവിറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ അഫിഡവിറ്റിനകത്ത് പോലും ബലക്ഷയം എന്ന് പറയുന്നതിനെക്കുറിച്ച് അവർ പറയുന്നില്ല. മറ്റ് സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ മാർച്ച് മാസത്തിന് ശേഷം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഈ മാസങ്ങൾ തുടങ്ങിയിട്ടാണ് ഇവർ ബലക്ഷയത്തെക്കുറിച്ച് പറയുന്നത്. കാരണം 9 കൊല്ലമായി നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ഒരു പെയിൻറ്റ് പോലും അടിക്കാതെ അത് സർവൈവ് ചെയ്ത് നിന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ബലത്തിൻ്റെ ഏറ്റവും വലിയ സൂചനയല്ലേ? അതൊരു സൂചകമായിട്ട് എടുക്കാമെങ്കിൽ പിന്നീട് എന്തിനാണ് ബലക്ഷയം എന്ന് പറയുന്നത്? കോടതിയിൽ കിടക്കുന്ന ഈ കേസിനകത്ത് പോലും ബലക്ഷയം എന്നൊരു ആർഗ്യുമെൻറ്റ് ഈ 2024 മാർച്ച് മാസത്തിൽ അവർ കൊടുത്ത അഫിഡവിറ്റിനകത്തില്ല. അപ്പോൾ അത് ഒരു പൊള്ളയായ കാര്യമാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് മന്ത്രി തന്നെ ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു. അത് കോടതിയിൽ കിടക്കുന്ന കേസാണ്. ഞാൻ അപ്പോഴും അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു, കോടതിയിൽ കിടക്കുന്ന കേസാണ്. കോടതി തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു കേസിനകത്ത് ഇങ്ങനെ പരസ്യമായി ഒരു മന്ത്രി പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നിഷേധാത്മകമായ ഒരു സമീപനം ഉണ്ടായത്. അപ്പോൾ ഇവർ ആര് പറഞ്ഞാലും ശരി പ്രശ്നമല്ല എന്നൊരു മട്ടാണ്. ഇവിടെ 7 പ്രാവശ്യം കോടതിയിൽ നിന്ന് ഇവരുടെ അഭിപ്രായം തേടിയിട്ടുണ്ട്. ഈ കേസ് വന്നതിന് ശേഷം 7 പ്രാവശ്യമായി ഇത് നീട്ടി കൊണ്ടുപോകുമായിരുന്നു. തനിക്കാക്കി വിളക്കാക്കുക എന്നുള്ള സമീപനമാണ് ഇവരെടുത്തത്. ഒരു കാരണവശാലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. സ്കൈവോക്ക് മാത്രമല്ല, കോട്ടയം നിയോജക മണ്ഡലത്തിൽ നമ്മൾ പ്രവർത്തനം ആരംഭിച്ച എല്ലാ പ്രവർത്തനങ്ങളും ചവിട്ടിക്കൂട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. സ്കൈവോക്കിനെ കുറിച്ച് ഇപ്പോൾ ഇതല്ലേ പറയുന്നത്? ചിങ്ങമനത്തെ നമ്മൾ 11.5 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് സ്പോർട്സ് ഹബ്ബ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നു. ആ ഭൂമി അവിടെ കമ്മ്യൂണിസ്റ്റ് പിടിച്ച് കിടക്കുകയാണ്. ഒരു നടപടി എടുത്തിട്ടില്ല. അതിനിപ്പോൾ ബലക്ഷയത്തിൻ്റെ പ്രശ്നമൊന്നും അല്ലല്ലോ, പണി ചെയ്യാത്തതിൻ്റെ ഒരു ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. അതുപോലെ നമ്മളുടെ ഈ മീനച്ചിലാറ്റിന് കുറുകെ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് അത് പണിയുന്നതിന് വേണ്ടിയുള്ള പകുതി ഭാഗം പണിതു വെച്ചു. 6 തൂണ് ഇനി തീരാനുണ്ട്. ആ മഴയിലൊക്കെ ആയിട്ട് പണി തീർന്ന തൂണുകൾ അവിടെ നിൽക്കുകയാണ്. അത് ബലക്ഷയത്തിൻ്റെ പ്രശ്നമല്ലല്ലോ. അപ്പോൾ സാർ, ഒരൊറ്റ ചോദ്യം. ഇതിനകത്ത് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു സാറ്, ഈ പറഞ്ഞ പോലെ സത്യവാങ്മൂലം. അങ്ങനെ കൊടുക്കാത്ത റിപ്പോർട്ട് എങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വന്നത്? അത് ബോധപൂർവം ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചയുണ്ടാക്കാനാണ്. ഇത് പൊളിക്കാൻ വേണ്ടി ഒരു കാര്യങ്ങൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമം നടക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവർ എന്ത് ബലക്ഷയത്തെക്കുറിച്ച് പറയുന്നത്? ഗവൺമെൻറ് അപ്രൂവ് ചെയ്തതല്ലേ? കിഡ്കോ ടെൻഡർ വിളിച്ചതല്ലേ? അവർ ഏജൻസി ഏൽപ്പിച്ചതല്ലേ? ആ ഏജൻസി ഏറെക്കുറെ 1/3 പണി പൂർത്തിയാക്കിയതല്ലേ? അതിനുശേഷം ബലക്ഷയത്തെക്കുറിച്ച് നോക്കണമെന്ന് അവർ പറഞ്ഞില്ലേ? അവർ ഡിപ്പാർട്ട്മെൻറ്റ് അത് പരിശോധിച്ചില്ലേ? അതിനുശേഷം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പരിശോധിച്ചില്ലേ? അതിനുശേഷം പാലക്കാട് IIT പരിശോധിച്ചില്ലേ? ഇതിലൊന്നും ബലക്ഷയം എന്ന് ഈ 8 കൊല്ലക്കാലമായി ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഒരു പുതിയ ആർഗ്യുമെൻറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അത് നടത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇവിടെ ചെയ്യുന്ന നടപടികളാണ്. ഇതിൻ്റെ പ്രായോഗികമായി സഭയുടെ ഭൂമി, ഒപ്പം തന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ ഭൂമി, ഇങ്ങനെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം, ഒപ്പം തന്നെ റോഡ് ഭാവിയിലുള്ള വികസനത്തിൻ്റെ പ്രശ്നം, ഇതിൻ്റെ പ്രായോഗിക തലത്തിലുള്ള കാര്യങ്ങൾ കൂടെ ഇതിനകത്ത് വെല്ലുവിളി തന്നെയല്ലേ? ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഒരെണ്ണത്തിന് ചവിട്ടി വിളക്കാക്കണമെന്ന് തീരുമാനിച്ചാൽ പുതിയ ആർഗ്യുമെൻ്റ് അങ്ങ് കൊണ്ടുവരും. നികൃഷ്ടജീവി എന്ന് വിളിച്ചേച്ച് ഉത്തമ പൗരൻ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ ആളുകൾ പോലും ആ പാർട്ടിയിലും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഒന്നിനെ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കണ്ടെത്തുകയാണ്, ഗവേഷണം നടത്തുകയാണ്. ഇത് നടത്തില്ല എന്നവർ തീരുമാനമെടുത്തു. നേരത്തെ CPM ഒരു പ്രമേയം പാസ്സാക്കിയല്ലോ, ഇത് നടത്തരുത്, പൊളിച്ചു കളയണമെന്ന്. അവസാനം 8ാം കൊല്ലത്തിൻ്റെ അവസാനം അതുതന്നെയല്ലേ പറയുന്നത്? എൻ്റെ കയ്യിൽ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൻ്റെ കോപ്പിയാണ് ഉള്ളത്. ആ കോപ്പിക്കകത്ത് ഇതൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറയുന്നു, നമ്മളുടെ ഈ പ്രദേശത്തെ ഡെവലപ്മെൻറ്റിനെ തകർക്കുന്നതിന് വേണ്ടി ബോധപൂർവമായി നടത്തുകയാണ്. ഇനി നയപരമായി ഇതുപോലൊരു നടപടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ എങ്ങനെയാണ് സ്കൈവോക്ക് വന്നത്? തിരുവനന്തപുരത്ത് എങ്ങനെയാണ് സ്കൈവോക്ക് വന്നത്? കൊല്ലത്തെങ്ങനെയാണ് പുതിയ കൺസ്ട്രക്ഷനെ കുറിച്ച് ആലോചിച്ചത്? അവിടെ ഒക്കെ ആകാം. ഇനി എങ്ങനെയാണ് സാർ നിയമപരമായിട്ട് ഇതിനെ നേരിടുന്നുണ്ടോ? എന്താണ്? ഇതിൽ താല്പര്യമുള്ള ആളുകളെ ഞങ്ങൾ കൂട്ടായി ആലോചിക്കും. ഒരു കൂട്ടായ ആലോചന നടത്തിയതിന് ശേഷം എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കും.
യഥാർത്ഥത്തിൽ ഇത് ഒറ്റയ്ക്കൊരു വ്യക്തിയുടെയോ ഒരു ജനപ്രതിനിധിയുടെയോ കേസല്ലല്ലോ. ഇത് കേരള ജനസമൂഹത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സ്തൂപാണ്. അതിനകത്തൊരു തീരുമാനം ഉണ്ടാകണം. 2 കാര്യങ്ങൾ അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചിരുന്നു. ഒന്ന്, ഇത് ഊരാളുങ്കൽ അങ്ങ് കൊടുത്താൽ എന്താ, ഒരു കോൺഫറൻസിനകത്ത് എന്നോട് ചോദിച്ചാണ്. 2, വേറൊന്നുള്ളത്, ഗാന്ധി മണ്ഡപം എന്ന് തന്നെ പേര് വേണോ. എന്നിട്ട് വേറൊരു പേര് കൂടെ പറഞ്ഞു. എനിക്ക് ആ മഹാനെ ചെറുതാക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ആ പേര് പറയാതിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം ഏതാ? ഇവരിതിൻ്റെയൊക്കെ വേറെ തലത്തിലാണ് ഇത് കാണുന്നത്. അങ്ങനെ അത് വേണ്ട എന്ന് തീരുമാനിച്ചാണ്. അവർ പറഞ്ഞതുപോലെ അന്ന് പേര് മാറിയിരുന്നെങ്കിൽ ഇതിനൊരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. ഊരാളുകളിൽ കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ അധികാരം വെച്ച് ദുരഭിമാനത്തോടു കൂടി പോകുന്ന ഒരു സമൂഹത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുക. രാഷ്ട്രീയ വിരോധം വെച്ചാണ് ആകാശപാതയ്ക്കെതിരെയുള്ള നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് തിരുവഞ്ചൂരിൻ്റെ ആരോപണം.